നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിനടുത്തുള്ള കുരിശുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ കുരിശുപാറയിൽ നമ്മളെ കാത്തിരിപ്പുണ്ട്. അവിടെ ഒരു പാറയുണ്ട്, ഒരു മൊട്ടക്കുന്ന് പോലെയൊരു പാറ. ആ പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ കയറുന്നുണ്ട്. പിന്നെ നമ്മൾ തൂവൽ വെള്ളച്ചാട്ടമുണ്ട്, അവിടെയും പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുവാൻ ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മൾ പ്രധാന വ്യൂ പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആ പാറയിലെ കാഴ്ചകളൊക്കെ കാണാൻ അതിമനോഹരമാണ്. അപ്പോൾ നമുക്ക് ആ പാറയിലെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തൂവൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളൊരു കുരിശുപാറയിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ അടിപൊളി കാഴ്ചകളാണ് ചുറ്റും. ഒരുപാട് മലനിരകൾ കാണാൻ പറ്റും. ഒരു പാറമടയായിരുന്നു ഇതെന്ന് തോന്നുന്നു. പണ്ടേതോ പരസ്യത്തിൽ നമ്മുടെ മോഹൻലാൽ പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും എന്ന് പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും മലയുടെ വ്യൂവും കൂടും. മേളോട്ട് കയറുന്നതനുസരിച്ച് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. എന്താ അല്ലേ ആ മലയുടെ ആ ഭംഗി! മുട്ടക്കുന്ന് പോലെ പരന്ന് കിടക്കുന്ന പുൽച്ചെടികളും എല്ലാം കരിഞ്ഞു വാടിയൊക്കെ ഇരിക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണല്ലോ. അപ്പം മലകയറ്റം ഇച്ചിരി പ്രയാസമുള്ളതാണെങ്കിലും കുറച്ച് മല കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീരമാണ്. ഗായ്സ്, നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് കുരിശുപാറയിലാണ്. നെടുങ്കണ്ടത്തിനടുത്തുള്ള ഒരു പാറയാണിത്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ചുറ്റും. ഇപ്പോൾ ഈ കരിഞ്ഞു കിടക്കുന്ന പുൽച്ചെടികളൊക്കെ നല്ല പച്ച നിറത്തിലായിരുന്നെങ്കിൽ ഈ ഒരു മലയുടെ സൗന്ദര്യം ഇച്ചിരിയും കൂടെ കൂടിയേനെ. അങ്ങനെ കുരിശുപാറയുടെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ഒപ്പിയെടുത്തതിന് ശേഷം ഞാനും എൻ്റെ ക്യാമറാമാനും കൂടെ തൂവൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പുറപ്പെട്ടു. ഈ ഒരു പാറയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ പാറ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തിൻ്റെ 5-6 ഷോട്ടൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ തൂവൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് മനോഹരമായ ഗ്രാമക്കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. കുരിശുപാറയിലെ ആ ഒരു ചെറിയൊരു ടൗണും ആ മരക്കൂട്ടവും ഒക്കെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മുടെ ക്യാമറയിൽ കാണുന്നതിലും കൂടുതൽ ഭംഗി നമ്മളിവിടെ നേരിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഗായ്സ്, നമ്മളങ്ങനെ തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകാനുണ്ട്, നമുക്ക് പോയി നോക്കാം. ഗായ്സ്, ഇതാ കാണുന്നതാണ് നമ്മുടെ തൂവൽ വെള്ളച്ചാട്ടം. അത്യാവശ്യം ഒഴുക്കുണ്ട്. ഞങ്ങളൊരു പ്രാവശ്യം ഇവിടെ വന്നപ്പം ഇത്ര ഒഴുക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല രീതിയിലുള്ള ഒഴുക്കുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലാണ്. അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം.
എല്ലാ ദിവസവും ഒരുപാട് വിനോദസഞ്ചാരികൾ ഈ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ ഇവിടെ എത്താറുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിൽ നിന്നും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്ക് കാണാൻ പറ്റിയ വേറെ ഒരു വ്യൂ പോയിൻ്റ് നമ്മുടെ ഇടുക്കിയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം എനിക്കറിയത്തില്ല. അതിമനോഹരമായ ഒരു വ്യൂ ആയിരിക്കും ഇതിൻ്റെ മുകളിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. നല്ല വെള്ളമൊഴുക്കൊക്കെ ഉള്ളപ്പം വേറെ ലെവലായിരിക്കും. പക്ഷേ അപ്പോഴും അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ടുള്ള കാര്യങ്ങൾക്കേ നിൽക്കാവുള്ളൂ. ഇപ്പം വെള്ളം തീരെ കുറവാണ്, എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒഴുക്കുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികൾ താഴെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകാനൊരു ചെറിയ വഴിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പിന്നെ ഇവിടെ നിന്ന് അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ താഴത്തെ കാഴ്ചകളുമായിട്ട് ഒരു വീഡിയോ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അതിനായി എല്ലാവരും കാത്തിരിക്കുക. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മടങ്ങാൻ തോന്നത്തില്ല. അതുപോലെ നമ്മളെ ആകർഷിക്കുന്ന ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണിത്. വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്ക് കാണാൻ എന്താ അല്ലേ ഭംഗി. പിന്നെ ഈ ഒരു പാലത്തിൻ്റെ പണിയും അതിമനോഹരമാണ്. അത് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞങ്ങൾ ചെന്നപ്പം വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറവായിരുന്നു. കാരണം കുറച്ച് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലല്ലോ. പിന്നെ അതിശക്തമായ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ ഇതിലെ വെള്ളം പൊങ്ങി ഒഴുകാറുണ്ട്. അപ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പക്ഷേ അപ്പം റിസ്ക് കൂടുതലാണ്. നമുക്കിതിലേക്ക് നടക്കുമ്പോൾ തെന്നി അങ്ങനെയൊക്കെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ആ താഴേക്കുള്ള ആ ഒഴുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൻ്റെ എത്രത്തോളമാണ് ഭീകരത എന്ന്. അതിശക്തമായ ഒഴുക്ക് തന്നെയാണ് ആ താഴോട്ട് ആ വെള്ളത്തിൻ്റെ ഒഴുക്ക്. ഭംഗി കൂടുതലാണെങ്കിലും അതിൻ്റെ ആഴം അതൊരു ഭയങ്കരം തന്നെയാണ്. അപ്പം ഇത്രയും മേളിൽ നിന്ന് താഴേക്ക് വീണാലുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. അപ്പം നമ്മുടെ സേഫ്റ്റി നമ്മളെപ്പോഴും നോക്കണം. ഗായ്സ്, ഇവിടെ ഒരുപാട് പേരുടെ പേരുകൾ ഈ മതിലിൽ ഈ കമ്പിയെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളാരേലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ വരുന്ന സഞ്ചാരികളുടെ എല്ലാം പേരാണെന്ന് തോന്നുന്നത്. നമ്മുടെ സർക്യൂട്ട് മാസ്റ്റർ ഊഞ്ഞാലാടാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഊഞ്ഞാലേത് നിമിഷവും പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്.
കൊണ്ട് തീരുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.